ലക്ഷ്മി തമ്പുരാട്ടി. എനിക്ക് അതിനകത്ത് വെച്ച് തമ്പുരാട്ടി എന്ന് വിളിക്കുന്ന ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഇഷ്ടമാട്ടോ. ഷാനവാസിക്ക് ഭയങ്കര ഇഷ്ടമാണ് തമ്പുരാൻ എന്ന് വിളിക്കുന്നത്. പുള്ളി ആക്ച്വലി അത് എൻജോയ് ചെയ്യുന്നതാണ്. അപ്പോൾ ഹായ് ഹലോ വെൽക്കം ബാക്ക്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മിയെ ആദ്യം മുതലൊന്നും വലിയ ഇഷ്ടമല്ലായിരുന്നു. ഇത് പലർക്കും ഉള്ള സെയിം അഭിപ്രായമായിരിക്കാം. ബിഗ് ബോസിൽ വന്നതിന് വൈൽഡ് കാർഡ് എൻട്രിയിൽ ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു ലക്ഷ്മി എന്ന് പറയുന്നത്, അതായത് വേദലക്ഷ്മീനെ. പക്ഷേ പിന്നെ ഈ വേദലക്ഷ്മി ഒരുപാട് നമ്മൾ ഇഷ്ടപ്പെടാൻ തോന്നി. അതെപ്പോഴാണെന്ന് വെച്ചാൽ ഷാനവാസിക്കുമായിട്ടൊരു ബോണ്ട് തുടങ്ങിയപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇഷ്ടമായി തുടങ്ങിയത്. പക്ഷേ ഷാനവാസിക്കായിട്ടൊരു ബോണ്ട് അല്ലെങ്കിൽ ഒരു കോംബോ തുടങ്ങി സ്റ്റാർട്ടായി കഴിഞ്ഞിട്ട് നെക്സ്റ്റ് വീക്ക് തന്നെ ആൾ എവിക്റ്റും ആയിപ്പോയി. അതുകൊണ്ട് തന്നെ അവരുടെ തമ്മിലുള്ളൊരു കോംബോ നമുക്ക് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം പലരും പറയുന്നുണ്ട് ബിഗ് ബോസിലുള്ള ആരുമായിട്ടും എക്സെപ്റ്റ് ദിസ് അനീഷ്, ബാക്കിയുള്ള എല്ലാവരുമായിട്ടും ഷാനവാസിക്ക് ഒരു കോണ്ടാക്റ്റും ഇല്ല, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ. പക്ഷേ ലക്ഷ്മിയുമായിട്ട് ഷാനവാസിക്ക് നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. ലക്ഷ്മി ഷാനവാസിക്കിനെ കുറിച്ച് പറയുന്ന വീഡിയോസൊക്കെ ഞാൻ ഷോർട്സാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അപ്പം തമ്പുരാൻ തമ്പുരാട്ടി എന്ന് പറയുന്ന ആ ഒരു എന്താ പറയുക വേർഡ്സ്, അത് ആദ്യം ലക്ഷ്മിക്ക് ഇഷ്ടമല്ലായിരുന്നു എന്നാണ് ലക്ഷ്മി പറയുന്നത്. ഇപ്പോൾ ലക്ഷ്മി ഈസ് എൻജോയിങ് ഇറ്റ്. ആൻഡ് ഓൾറെഡി ഷാനവാസിക്കൊക്കെ നമ്മുടെ തമ്പുരാൻ എന്ന വിളി ഭയങ്കര ഇഷ്ടമാണ്. അപ്പം എന്താ പറയുക, അവർ തമ്മിലൊരു കോംബോ വരാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ നമുക്കുണ്ട്. കാരണം എൻ്റെ കമൻറ്റിൽ തന്നെ ഒരുപാട് പേര് വന്ന് പറയുന്നുണ്ട് ഇവർ തമ്മിലുള്ള കോംബോ വളരെ ഇഷ്ടമായിരുന്നു, ആദ്യമൊന്നും ലക്ഷ്മി ഇഷ്ടമല്ലായിരുന്നു. എൻ്റെ പോലെ അതേ സെയിം ഒപ്പീനിയൻസ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം ലക്ഷ്മി എന്ന് പറയുന്നൊരു വ്യക്തിയെ, പിന്നെ വേറെ ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് ആ രണ്ട് പേര് ആരാന്നറിയാമായിരിക്കുമല്ലോ, പേരെ ഒഴിച്ച് മാറ്റി ലക്ഷ്മി ആ സ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ നല്ല പോസിറ്റീവ് വൈബ് ഉണ്ടായിരിക്കുമായിരുന്നു എന്നും പറയുന്നുണ്ടായിരുന്നു. ഇനി അതിനകത്തൊന്നും ഞാൻ അങ്ങോട്ട് പറയുന്നില്ല, ബിക്കോസ് ഓൾറെഡി ബിഗ് ബോസ് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റിയും സംസാരിക്കുന്നില്ല. പക്ഷേ ലക്ഷ്മി യെസ്റ്റർഡേ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ഇൻ ഇൻസ്റ്റ ആസ് വെൽ ആസ് FB. അപ്പം ഇൻസ്റ്റയിൽ ആൾക്കാരിങ്ങനെ ചോദിച്ചു അബൌട്ട് ദ ഷാനവാസിക്കാസ് കോംബോ എങ്ങനെ ഉണ്ടായിരുന്നു, അടിപൊളിയാണോ എന്ന് ചോദിച്ചു. ആൻഡ് അതിനുള്ള ഉത്തരവായിരുന്നു ലക്ഷ്മിയുടെ വായന്ന് വന്നത്. ആൻഡ് ഓൾസോ വേറൊരു കാര്യം കൂടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഇതിലേക്ക് വീഡിയോ ആക്കിയിടാം ബിക്കോസ് ലൈവ് കാണാത്തവർക്ക് വേണ്ടിയിട്ട്. അതായത് ഇവർ തമ്മിലുള്ളൊരു എന്താ പറയുക കോംബോ അല്ലെങ്കിൽ വീഡിയോസ് ഉണ്ടാകുമോ എന്നുള്ളത് തന്നെയുള്ള ചോദ്യം. ഷാനവാസിക്കയുടെ കൂടെ വീഡിയോ ചെയ്യൂ. പിന്നെ ഞങ്ങളൊരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ ദിവസത്തേക്ക് ഒരു എന്തായിരുന്നു ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു, അനീഷിന്റെയും ഷാനവാസിന്റെയും കൂടെ ഉള്ളൊരു പിക്കിന്റെ താഴെയുള്ള കമന്റ്സ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ ഫോട്ടോഷൂട്ട് ചെയ്യണമെന്നുള്ളത്. ആള് കൊച്ചി വരുമ്പോഴത്തേക്കും പറയാൻ പറഞ്ഞിട്ടുണ്ട്. യൂട്യൂബിൽ അപ്പോൾ ഇതാണ് ഷാനവാസിക്കിനെ പറ്റി പറഞ്ഞത്. അതായത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വീഡിയോസ് ഉണ്ടോ എന്ന്. ലക്ഷ്മിയുടെ കമൻറ്റ് ബോക്സിൽ ഞാൻ കുറേ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഷാനുക്കുമായിട്ടൊരു വീഡിയോ ചെയ്യുന്നുണ്ടോ. അതിനുള്ള റിപ്ലൈ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അബൌട്ട് ദ ഫോട്ടോഷൂട്ട് എന്തായാലും ഇവർ തമ്മിലൊരു ഫോട്ടോഷൂട്ട് ഉണ്ടായിരിക്കും. അത് കൊച്ചിയിലെത്തിയതിന് ശേഷം, ഷാനവാസിക കൊച്ചിയിലെത്തിയതിന് ശേഷമായിരിക്കും ഇതിൻ്റെ ഫോട്ടോഷൂട്ട് ഉണ്ടാകുന്നത്. പലരും പറഞ്ഞു, പല വ്യക്തികളും ഡീഗ്രേഡ് ചെയ്യുന്ന പല വ്യക്തികളും പറഞ്ഞു ഷാനവാസിക്ക് എന്ന് പറഞ്ഞ ഒരു വ്യക്തിനെ ബിഗ് ബോസിൽ ആർക്കും ഇഷ്ടമല്ല, എന്താ പറയുക, അങ്ങനത്തെ ഒരു സ്വഭാവമാണ്, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്, ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞ സാധനത്തിനെ ഒന്നും പിടിച്ചു നിൽക്കുന്ന ഒരാളല്ല, അയാളുടെ കാര്യം കാണാൻ വേണ്ടിയിട്ടാണ് അയാൾ ഈ ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ തുടരുന്നത്. പക്ഷേ അതിൽ നിന്ന വ്യക്തി, അതുമായിട്ട് ഷാനവാസിക്കയായിട്ട് അത്രയും ഫൈറ്റ് ചെയ്തൊരു വ്യക്തി പുറത്തിറങ്ങിയതിന് ശേഷം ഷാനവാസിക്കിനെ കുറിച്ച് നല്ലത് പറഞ്ഞ് ഷാനവാസിക്കുമായിട്ട് ഉള്ളൊരു ലോങ് ടേം ഫ്രണ്ട്ഷിപ്പിന് വേണ്ടിയിട്ട് മുതിരുന്ന ഒരു വ്യക്തി ഇത്രയും പറയണമെങ്കിൽ അദ്ദേഹത്തിനെ പറ്റി അത്രയും മനസ്സിലാക്കിയതാണ്. ആദ്യമേ ലക്ഷ്മി മനസ്സിലാക്കിയിരുന്നു എങ്കിൽ ഒരിക്കലും ലക്ഷ്മി എവിക്റ്റായി പോവില്ലായിരുന്നു. ഒരു ടോപ്പ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു 8-7 എങ്കിലും വേദലക്ഷ്മി വന്നേനെ. എനിവേ അത് ഇറങ്ങിയതിന് ശേഷം അദ്ദേഹത്തെക്കുറിച്ച് പ്യുവർ ആണെന്നും ജെനുവിൻ ആണെന്നും നല്ല ഗുഡ് പേഴ്സൺ ആണെന്നും പറഞ്ഞത് വളരെ സന്തോഷം. ഷാനുക്ക ബോണ്ട് നൈസ് ആയിരുന്നു. ആ ഷാനുക്ക ബോണ്ട് നൈസ് ആയിരുന്നു. എനിക്കറിയാം, ആദ്യം വഴക്ക് കൂടിയിട്ട് പിന്നെ ഞങ്ങൾ ഫ്രണ്ട്സ് ആയതല്ലേ. അതൊക്കെ നല്ലൊരു ബന്ധമാണ്. അത് ലൈഫ് ലോങ് ഉണ്ടാവും. അതൊക്കെ നല്ലൊരു രീതിയിലുള്ള ഇതൊക്കെ ആയിട്ടുണ്ട്. നമ്മൾ അകത്തോട്ട് കയറുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റില്ല. ഈവൻ പുറത്തിറങ്ങി കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് ആരൊക്കെയാണ് ഒരു ലൈഫ് ലോങ് നല്ല ട്രൂ ഫ്രണ്ട്ഷിപ്പ്, എനിക്ക് ഫ്രണ്ട്സ് ആക്കുന്നവര് ഈ ലൈഫ് ലോങ് കൊണ്ടുപോകണം അങ്ങനെ നിർബന്ധമുള്ള ഒരാളാണ്. ഷോർട്ട് ടേമിനായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എനിക്ക് പറ്റത്തില്ല. സോ അതുപോലെ ഒരാളാണ് ഷാനവാസിക്ക. നല്ലൊരു മനുഷ്യനാണ് കേട്ടോ, ഒരു വെരി നൈസ് ഗുഡ് ഹ്യൂമൻ ബീങ്. അതാണ് ഷാനുഖാനെ കുറിച്ച് ലക്ഷ്മി പറഞ്ഞ ഏറ്റവും വലിയ കാര്യം. ഹീസ് എ ഗുഡ് ഹ്യൂമൻ ബീങ് എന്നുള്ള പറഞ്ഞ കാര്യം. അത് നമുക്ക് എല്ലാവർക്കും മനസ്സിലായ കാര്യമാണ്. പക്ഷേ ലക്ഷ്മി വൈകിയാണ് അറിഞ്ഞതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. എനിവേ ലക്ഷ്മിക്ക് എന്താ പറയുക, പക്ഷേ ഈ ഒരു സംഭവം കേട്ട ഉടനെ വേറെ ചിലരുടെ ഫാൻസ് ഓർ PR ഇറങ്ങിയിട്ടുണ്ട്. ആരൊക്കെയോ ചതിച്ചു, ഷാനവാസിക്ക് ആരൊക്കെയോ ചതിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. ആരെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ അല്ലേ.
പറയുന്നവർ പറയട്ടെ. ഇനി ആളുകൾ ഷാനവാസിക്കനെ മനസ്സിലാക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ഷാനവാസിക്കനെ തേടിയെത്തട്ടെ. എനിവേ താങ്ക് യു സോ മച്ച്. ലവ് യു ആൾ. ബൈ.